എമ്പുരാൻ വിവാദം ശക്തിപ്പെട്ടു നിൽക്കുന്നതിനാൽ മേഘ മധുവിൻ്റെ ആത്മഹത്യയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്ന് വേണം കരുതാൻ. എങ്കിൽ പോലും മാധ്യമങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ചർച്ചകളും അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളും എല്ലാം കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, കേന്ദ്രമന്ത്രി ഈ സുരേഷ് ഗോപി അവരുടെ വീട്ടിൽ പോവുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. മേൽ നടപടികൾക്ക് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും, അതിനായിട്ട് നടപടികൾ എടുക്കും എന്ന് അദ്ദേഹം ഉറപ്പും നൽകുന്നു. അപ്പോൾ ആ മരണം കണ്ടപ്പോൾ IB ഉദ്യോഗസ്ഥയാണ്, 23 വയസ്സേ ഉള്ളൂ, നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, നല്ല കുടുംബം, സാമ്പത്തികമുള്ള കുടുംബം. അച്ഛൻ ITI കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു, അമ്മയും ഉദ്യോഗസ്ഥ, ഏകമകൾ. അപ്പം നല്ല നിലയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്, സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന നിലയിൽ. ആ ഒരു കുട്ടി നല്ല ജോലിയും, അങ്ങനെയുള്ള ഒരാൾ ആത്മഹത്യ ചെയ്ത് എന്തിനെന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഈയിടയ്ക്കായിട്ട് കിട്ടുന്നുണ്ട്. അവരുടെ കാമുകൻ പിന്നെ സുകാന്ത് സുരേഷ് എന്ന് പറഞ്ഞ് എടപ്പാളുകാരനൊരു പയ്യൻ, IB ഉദ്യോഗസ്ഥൻ തന്നെയാണ് അയാളും. അപ്പോൾ അയാൾ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അയാളുടെ റിജക്ഷൻ ആണ് ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത്, വിലയിരുത്തപ്പെടുന്നത്. ഈ മേഘയ്ക്ക് ശമ്പളം കിട്ടുമ്പോഴെല്ലാം ആ ശമ്പളം മുഴുവൻ ഇയാൾക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് കിട്ടിക്കഴിഞ്ഞ ശമ്പളം മുഴുവൻ. മേഘയുടെ അക്കൗണ്ടിൽ ആകെ 861 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് പിന്നെ മേഘയ്ക്ക് ജീവിക്കാൻ പോലും മാർഗമില്ലായിരുന്നു, സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലായിരുന്നു. എന്നാൽ വീട്ടുകാർ ഇതൊന്നും അറിയുന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടെങ്കിലും വിവാഹം കഴിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ വിവാഹബന്ധത്തോട് അയാൾ താല്പര്യം കാണിച്ചില്ല. അയാൾ വേറെ പലരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. വിവാഹത്തോട് താല്പര്യമില്ലാതെ വന്നതുകൊണ്ടാണ് മേഘ ട്രെയിൻ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം ഈ സുകാന്ത് പിന്നെ അയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല, അയാൾ മുങ്ങിയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവധിയെടുത്ത് മുങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ പറയുന്ന കഥകൾ മുഴുവൻ അങ്ങോട്ട് അതേപടി വിഴുങ്ങാനായിട്ട് നമുക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അന്വേഷണാത്മകമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ സുകാന്തിൻ്റെ പിന്നെ പങ്ക് ഇതിൽ എത്രയുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പോലീസോ ഒക്കെ പറയണം. ഇതിപ്പോൾ എല്ലാ ഊഹാപോഹങ്ങളാണ്. വീട്ടുകാർ പറയുന്നു വീട്ടിൽ ഈ അക്കൗണ്ട് മുഴുവൻ, പണം മുഴുവൻ അങ്ങോട്ട് പോകുന്നു. എന്തുകൊണ്ട് പോകുന്നു? അയാൾ അടിച്ചെടുക്കുകയായിരുന്നു പറഞ്ഞു. അടിച്ചെടുക്കാൻ മാത്രം എന്താ, മേഘ എന്താ ഒരു വിഡ്ഢിയായിരുന്നോ? പിന്നെ കിട്ടുന്ന ശമ്പളം മുഴുവൻ വേറൊരാൾക്ക് കൊടുക്കാനായിട്ട്, ശമ്പളം മുഴുവൻ അന്നേരം അങ്ങോട്ട് കൊടുക്കാനായിട്ട്. അപ്പം ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ അതുപോലെ കുറ്റകൃത്യങ്ങളോ എന്തോ പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഉള്ളത് ഈ സുകാന്ത് വിവാഹത്തിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല, പലരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം അറിഞ്ഞാൽ ഉദ്യോഗവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സ്ത്രീ ഉടനെ പോയി ട്രെയിൻ മുന്നിൽ ചാടുമോ? അതാണ് വേറൊരു ചോദ്യം, നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം. ഇപ്പം ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, ഈ സംഭവം വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നമ്മുടെ ഷൈനി, ഏറ്റുമാനൂരിൽ ഷൈനി 2 കുട്ടികളെയും എടുത്തുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ പോയി കുത്തിയിരുന്നു. ട്രെയിൻ വന്നിടിച്ചു, അവർ 3 പേരും ഛിന്ന ഭിന്നമായി പോയി. ഏകദേശം അതേപോലെയാണ് ഈ കുട്ടിയും മേഘയും മരിക്കുന്നത്, ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നു. അപ്പോൾ ഇതിലെ സങ്കടകരമായ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ഷൈനി മരിച്ചപ്പോൾ നമ്മളെല്ലാവരും ആക്ഷേപിച്ചത് ഷൈനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു, സ്വതന്ത്രമായിട്ട് നിൽക്കാമായിരുന്നു, ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരില്ല. അവർക്ക് ജോലി കൊടുക്കാതിരുന്ന സ്ഥാപനങ്ങളെയെല്ലാം, പ്രത്യേകിച്ച് അവരുടെ സമുദായത്തിൽപ്പെട്ട കാരിത്താസ് ആശുപത്രി, അവർക്ക് നേഴ്സായിട്ട് BSc നേഴ്സാണ്, സാമാന്യ നിലയിൽ നല്ല ഹൈലി ക്വാളിഫൈഡ് ആണ്, ജോലി കൊടുക്കാമായിരുന്നു. പക്ഷേ 9 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യാതിരുന്നത് കൊണ്ട് പിന്നെ ജോലിയെ ചെയ്യാൻ പറ്റില്ല എന്നൊരു കിരാത നിയമം കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ നിയമം ഒന്ന് മാറ്റേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മറവിൽ ജോലി കൊടുത്തില്ല, പലയിടത്തും ജോലി കിട്ടിയില്ല. കിട്ടിയ ജോലിയൊക്കെ ഇനി ഭർത്താവിൻ്റെ വീട്ടുകാർ മുടക്കിക്കളഞ്ഞു എന്നൊക്കെയാണ് ആരോപണം. അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഭർത്താവ് ഇപ്പോഴും ജയിലിൽ തന്നെ, അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഷൈനിയുടെ കാര്യത്തിൽ ജോലി ഇല്ലാതിരുന്നതുകൊണ്ടാണ് അവർ ജീവനൊടുക്കിയത്. ഇനി മേഘയുടെ കാര്യത്തിലോ ജോലിയുണ്ട്, ശമ്പളമുണ്ട്, സാമ്പത്തികമുണ്ട്, വീട്ടിൽ സാമ്പത്തികമുണ്ട്, നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളാണ്, എന്നിട്ടും ജീവനൊടുക്കി. അപ്പോൾ അതിന് മാത്രം ദുർബലങ്ങളാണോ നമ്മുടെ കുട്ടികളൊക്കെ? ഇപ്പം ഈയിടയ്ക്ക് തന്നെ ഒരു നമ്മളോട് ബന്ധപ്പെട്ട ഒരാളുടെ ഒരു കുട്ടി, 19 വയസ്സോ മറ്റുള്ള കുട്ടി, ചെറുപ്പം മുതലേ ഉള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ നിന്ന് അവനങ്ങ് പിന്മാറി, അവൻ വേറെ പെണ്ണുങ്ങളുമായിട്ടുള്ള താല്പര്യമായി. അതോടുകൂടി ഇവള് വിഷമത്തിലായി, അവൾ ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഈയിടയ്ക്ക് 3-4 മാസമേ ആയുള്ളത് സംഭവിച്ചിട്ട്. അത് നമ്മളുമായിട്ടൊക്കെ പരിചയമുള്ളൊരു കുടുംബത്തിൽ. അപ്പോൾ ഈ കുട്ടികൾ, ഈ ആണുങ്ങളുടെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ, ആണുങ്ങൾ നമുക്കറിയാം പല ബന്ധങ്ങൾ കാണും, പല സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധം കാണും. ഈ ബന്ധമുള്ളവരെ എല്ലാം വിവാഹം കഴിക്കാൻ പറ്റുമോ? ഏതോ ഒരു സിനിമയിൽ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ചോദിക്കുന്ന പോലെ അങ്ങനെ പലരുമായിട്ടും
ഈ ഒരാളെ മാത്രം സ്നേഹിച്ചാൽ, ഒരാളെ മാത്രം കാതലിച്ചാൽ ബാക്കി സുന്ദരിമാരൊക്കെ എന്തു പറയും? അതുകൊണ്ട് എന്ന് മാത്രമല്ല, എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തണ്ടേ എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്, കേറ്ററിംഗ് കോളേജിൽ പഠിക്കുന്ന എന്ന് പിന്നെ പറയുന്നത് പോലെയാണ് ഈ പുരുഷന്മാരുടെ സ്വഭാവമൊക്കെ മിക്കവരും അങ്ങനെ തന്നെയാണ്. വിവാഹം കഴിക്കുന്നത് അത് ഒരു അവസാന ഘട്ടത്തിൽ അവർ എല്ലാം കൂടി ആലോചിച്ച് പിന്നീടായിരിക്കും. അപ്പോൾ പലരുമായിട്ടുള്ളൊരു ബന്ധങ്ങൾ ഇത് മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു സാമാന്യബോധം സ്ത്രീകൾക്കില്ലേ, കുട്ടികൾക്ക് ഇല്ലേ? പലരുമായിട്ട് ബന്ധങ്ങൾ കാണുക, ആ ബന്ധങ്ങളിൽ ഏതാണ് ഉറയ്ക്കുന്നത്, എവിടെയാണ് ഉറയ്ക്കുന്നതെന്ന് പിന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ പുരുഷൻ്റെ മനസ്സ് ഈ സ്ത്രീകൾ അവർ പഞ്ചാരവാക്കും ചക്രവാക്കും ഒക്കെ പറഞ്ഞു എന്ന് കേട്ടതുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ച് പോകാൻ മാത്രം മണ്ടികളോ ഒക്കെ ആണോ എന്നാണ് എനിക്ക് സന്ദേഹം തോന്നുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഈ മുഴുവൻ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയാത്ത ഒരു കാര്യത്തിൽ ഒരാളെ അങ്ങ് പൂർണ്ണമായിട്ട് ഇയാൾ കാരണമാണ് മരിച്ചത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പറ്റും. നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് തോന്നുന്നില്ല. എന്താണ് കാരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് വ്യക്തമായ കാരണങ്ങൾ അറിയേണ്ടതുണ്ട്. അയാളുടെ ഭാഗവും കേൾക്കേണ്ടതുണ്ട്. അയാൾക്കും എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ, എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. ഇനി ഒരാളെ പ്രേമിച്ചു എന്നുള്ളത് കൊണ്ട് കല്യാണം കഴിക്കണം എന്നൊരു നിയമമുണ്ടോ? അതും ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. പ്രേമിച്ചു പോയി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ബന്ധമുണ്ടായിപ്പോയി അതുകൊണ്ട് കെട്ടിയിരിക്കണം ഒരു നിയമം വന്നാലത്തെ ഒരു സ്ഥിതി എന്താണ്? അതിനൊരു മാറ്റം ആവശ്യമാണ്. നമ്മുടെ സ്വതന്ത്രമായൊരു വില്ലിൽ ഏത് ബന്ധത്തിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാവുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ആർക്കും ധൈര്യപൂർവ്വം എനിക്കിത് മതി, ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്ന് പറയാനായിട്ട് ഉള്ള ഒരു അവസരം ഉണ്ടാവേണ്ടതുണ്ട്. ഏതൊരു ബന്ധത്തിലും വിവാഹ ജീവിതത്തിൽ പോലും ഇറങ്ങിപ്പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ പെണ്ണുങ്ങൾ പിണങ്ങിപ്പോയാൽ ഉടനെ അവരുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുക, അല്ലെങ്കിൽ അവരെ തീവച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ അങ്ങനെയുള്ളവനെ ആ പെണ്ണ് ഉപേക്ഷിച്ചുവെങ്കിൽ ആ പെണ്ണൊരു മിടുക്കിയാണ്. കാരണം ഇവൻ ഇത്തരക്കാരനാണല്ലോ. അവൻ പിണങ്ങിയാൽ ഉടനെ പിരിഞ്ഞാൽ ഉടനെ ആസിഡ് ഒഴിക്കാനും അല്ലെങ്കിൽ തീവച്ച് കൊല്ലാനും ശ്രമിക്കുന്ന അങ്ങനെയുള്ള ഒരുത്തനുമായിട്ട് ഒരു സ്ത്രീ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? അവിടെ അത് മുൻകൂട്ടി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള നീചന്മാരുമായിട്ടുള്ള ആ ബന്ധം തന്നെ വിട്ടുകളഞ്ഞത് ഏറ്റവും ഉചിതമായ കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ മുൻകൂട്ടി തന്നെ അവർക്കത് മനസ്സിലാക്കാനായിട്ട്, അവർക്ക് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാകാനായിട്ട് തന്നെ കാരണമുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കാരണം. അപ്പം മേഘയുടെ കാര്യത്തിൽ ഈ മാധ്യമങ്ങളൊക്കെ ഒരു ശ്രദ്ധ കാണിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം. ഷൈനിയുടെ കാര്യം എല്ലാവരും മറന്നുപോയി. അതാണ് കേരളത്തിലെ മാധ്യമങ്ങളും അമേരിക്കയിലെ മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പം അമേരിക്കയിലെ മാധ്യമങ്ങൾ ഇന്നും നമ്മൾ മറന്നുപോയി, ഇന്ത്യക്കാർ മറന്നുപോയി. അവിടെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ പോയൊരു പെങ്കൊച്ച് അതിൻ്റെ പേര് ഞാനും മറന്നുപോയി. അത് അപകടത്തിൽപ്പെട്ടോ അല്ലാതെയോ മരിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുത്തനെ അവിടെ തടഞ്ഞു വെച്ചിരുന്ന അവനെ കുറ്റവിമുക്തനാക്കി. അപ്പോൾ അവൻ്റെ പേരിലുള്ള ആരോപണങ്ങളെല്ലാം പിൻവലിച്ചു, അതെല്ലാം തീർന്നു എന്നും പറഞ്ഞ് ഇന്നും വാർത്തയുണ്ട് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ആ ഫോളോ അപ്പ് നടത്തുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ എമ്പുരാൻ്റെ പുറകെയാണ്. എമ്പുരാനെയും അല്പസ്വല്പം മേഘയുടെ പുറകെയും. ഷൈനിയുടെ കാര്യം മറന്നുപോയി. ഇങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ ഓരോന്ന് കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നു. അത്രയേ ഉള്ളൂ തൽക്കാലത്തെ ഒരു സെൻസേഷൻ. അതിനപ്പുറത്തൊരു മാധ്യമ പ്രവർത്തനം കേരളത്തിലില്ല. അപ്പോൾ എന്തായാലും ഈ മേഘയുടെ മരണം നമ്മളെല്ലാം അലോസരപ്പെടുത്തുന്നു. ജോലിയുണ്ടെങ്കിലും, വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നെന്ന് പറഞ്ഞാൽ അത് ഖേദകരം തന്നെ. പിന്നെ എന്താണ് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടികൾ പഠിക്കണം, ജോലി നേടണം, സ്വന്തം കാലിൽ നിൽക്കണം. അപ്പോൾ ആരെയും ആശ്രയിക്കേണ്ടതില്ല, ആരെയും പേടിക്കേണ്ടതില്ല. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അത്രയ്ക്ക് ലോലമനസ്കരായിട്ടാണോ ഇവരൊക്കെ വളരുന്നത്? അത്രയ്ക്ക് വിവരമില്ലാതെ, അത്രയ്ക്ക് യാഥാർത്ഥ്യബോധമില്ലാതെയാണോ വളരുന്നത്? ഈ പൈങ്കിളിക്കഥകളൊക്കെ വായിച്ച് ജീവിതം തന്നെ ഒരു പൈങ്കിളിക്കഥയായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണോ ഇവരൊക്കെ വളരുന്നത്? അപ്പോൾ പുരുഷൻ്റെ മനസ്സ് വായിക്കാനുള്ള കഴിവ് ഇവർക്കാർക്കും ഇല്ലേ? പുരുഷൻ ലോഹ്യം കാണിക്കും, അല്ലെങ്കിൽ അടുപ്പം കാണിക്കും എന്നൊക്കെ, അതുകൊണ്ട് കല്യാണം കഴിക്കും എന്നെന്താണ് ഉറപ്പ്? അല്ലെങ്കിൽ കല്യാണം കഴിച്ചേക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അതിനെന്താണ് ഉറപ്പ്? അതുമാത്രം അങ്ങ് വിശ്വസിക്കാൻ മാത്രം മണ്ടികളാണോ നമ്മുടെ പെൺകുട്ടികളൊക്കെ? എന്തായാലും ഇക്കാര്യത്തെപ്പറ്റിയൊക്കെ വിശദമായൊരു വിവരങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ കിട്ടും. നമുക്ക് അയാളുടെയും ഒരു വേർഷൻ അറിയേണ്ടതുണ്ട്. അയക്കെന്താണ് പറയാനുള്ളത്? കാരണം നമുക്ക് ഒരാളെപ്പറ്റി ആക്ഷേപം പറയുമ്പോൾ ആ ആക്ഷേപത്തിൽ എത്ര കഴമ്പുണ്ട്, അയക്കെന്താണ് പറയാനുള്ളത്, അതുകൂടെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. ഇങ്ങനെയുള്ള ദുഃഖവാർത്തകൾ എന്നുമെന്നും വന്നുകൊണ്ടിരിക്കുന്നു. സങ്കടകരമായ കാര്യം തന്നെ.